ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ധന്യരായ ദൈവമക്കളെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. സ്വർഗത്തിലടങ്ങാത്ത മഹാദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമ്മുടെ അടുക്കലെത്തുവാൻ പരിശുദ്ധ ദൈവത്തിന് പ്രസാദം തോന്നി നമ്മെ കരുതി സ്നേഹിച്ച സ്നേഹത്തിൽ നമ്മെ മുക്കിയെടുത്ത് ഒപ്പം ഓരോ ദിവസവും ദൈവം നമ്മുടെ സമീപമുണ്ടെന്ന് തെളിയിക്കേണ്ടതിന് തിരുവചനം തന്നും ആലോചന തന്നും കൈപിടിച്ച് നടത്തിയും ദൈവത്തിൻ്റെ ദയ നമ്മളിൽ പ്രദർശിപ്പിക്കുന്ന എല്ലാ ദിവസങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കൂടെ ഈ രക്ഷിതാവിന് 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും കരയറ്റുകയും ദൈവവചന കേൾവിക്ക് വേണ്ടി തൽപരരായിരിക്കുന്ന നിങ്ങളോട് കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാൻ ലഭിക്കുന്ന ഈ അവസരം ഏറ്റവും ശ്രേഷ്ഠമെന്നെണ്ണിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് നിങ്ങളോട് പറയാനുള്ളത് പറയാൻ കർത്താവിൻ്റെ ആത്മാവിൽ തന്നെ ഞാൻ ശരണപ്പെടുന്നു. യിരെമ്യാ പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യിരെമ്യാ പ്രവചനം 14-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഇസ്രായേലിൻ്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവൻ്റെ രക്ഷിതാവും ആയുള്ളവേ, നീ ദേശത്ത് പരദേശിയെപ്പോലെയും ഒരു രാപാർപ്പാൻ മാത്രം കൂടാരമടിക്കുന്ന വഴിപോക്കനെ പോലെയും ആയിരിക്കുന്നതെന്ത്? ഭ്രമിച്ചുപോയ പുരുഷനെ പോലെയും രക്ഷിപ്പാൻ കഴിയാത്ത വീരനെ പോലെയും ആയിരിക്കുന്നത് എന്ത്? ഒന്നോടെ ആവർത്തിക്കാം. ദൈവമേ, അങ്ങ് ദേശത്ത് പരദേശിയെപ്പോലെയും രാപാർപ്പാൻ മാത്രം കൂടാരമടിക്കുന്ന വഴിപോക്കനെ പോലെയും ഭ്രമിച്ചുപോയ പുരുഷനെ പോലെയും രക്ഷിപ്പാൻ കഴിയാത്ത വീരനെ പോലെയും ആയിരിക്കുന്നത് എന്ത്? ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ കഷ്ടതയും അവർ ദൈവത്തെ വിട്ട് മനസ്സുകൊണ്ടകന്ന് പ്രവൃത്തി കൊണ്ട് ദൈവത്തെ നിഷേധിച്ച് തന്നിഷ്ടപ്രകാരം ജീവിച്ച് രാജാവും പുരോഹിതന്മാരും ജനവും ഒന്നടങ്കം ദൈവത്തെ മറന്ന് ജീവിക്കുന്ന കാലം. ആ കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് യിരെമ്യാവിനെ കാണുന്നത്. ഇസ്രായേൽ ബാബിലോണിലേക്ക് അടിമയായി പോകുന്നതിനേക്കാൾ തൊട്ടു മുമ്പുള്ള കാലഘട്ടം. ഒന്നിനു പുറകെ ഒന്നായി ന്യായവിധിയുടെ ദൂത് ദൈവം ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രത്യേക സന്ദർഭത്തിൽ ദൈവവും തൻ്റെ ജനവുമായിട്ട് യാതൊരു അടുപ്പവുമില്ലാതെ അവരുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവകോപം വിളിച്ചു വയ്ക്കുന്ന ഓരോ പ്രവൃത്തികൾ ചെയ്തു പോരവേ ഒരു സന്ദർഭത്തിൽ അവർ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, അഥവാ ഇസ്രായേൽ ജനതതി ദൈവസന്നിധിയിൽ വിതുമ്പുന്ന ഒരു വാക്കാണ് ഈ പറയപ്പെട്ട വാക്യത്തിനകത്ത് കിടക്കുന്നത്. ദൈവത്തെക്കുറിച്ച് അവർ 4 കാര്യങ്ങളാണ് ഈ 2 വാക്യത്തിനകത്ത് പരാമർശിക്കുന്നത്. ഇസ്രായേൽ ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ, അങ്ങ് ദേശത്തൊരു പരദേശിയെപ്പോലെ ഒരു രാത്രി മാത്രം രാപാർക്കാൻ കൂടാരമടിക്കുന്ന വഴിപോക്കനെ പോലെ ഭ്രമിച്ചുപോയ പുരുഷനെ പോലെ രക്ഷിപ്പാൻ കഴിയാത്ത വീരനെ പോലെയും ആയിരിക്കുന്നത് എന്ത്? ഈ 4 കാര്യങ്ങൾ മനസ്സിരുത്തി ചിന്തിക്കണം. വാസ്തവത്തിൽ ഇവരുടെ നടുവിൽ ദൈവം അവരുടെ എല്ലാമായിരുന്നു. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന കാലം മുതൽ ഓരോ ഭാഗങ്ങൾ എടുത്തു പഠിച്ചാൽ മരുഭൂമി യാത്രയിലും ചെങ്കടൽ കയറിയ സന്ദർഭത്തിലും യെരിഹോവിൻ്റെ മുമ്പിൽ വന്നപ്പോഴും യോർദാൻ കടക്കുമ്പോഴും കനാൻ്റെ മണ്ണിൽ ജാതികളെ അടക്കുമ്പോഴും ദേശം വിഭജിക്കുമ്പോഴും അവിടെ നട്ടും നനച്ചും കാര്യങ്ങൾ നടത്തുമ്പോഴും ഈ സന്ദർഭത്തിലെല്ലാം ദീർഘവർഷങ്ങൾ ദൈവം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. യുദ്ധവീരനെ പോലെ, ഒരപ്പനെ പോലെ താങ്ങും തണലുമായി നിന്ന ദൈവം, കൈത്താങ്ങലായി നിന്ന ദൈവം, ഇന്ന് ദൈവം അവർക്ക് അന്യനായിരിക്കുന്നു. അതാണ് ഈ 4 വാചകങ്ങളുടെ പ്രത്യേകത. നിങ്ങളൊന്നോടെ മനസ്സിരുത്തിയ 4 വാചകങ്ങൾ ശ്രദ്ധിക്കണം. നോക്കൂ, ദൈവം ഒരു പരദേശിയെപ്പോലായിരിക്കുന്നു. പരദേശിയുടെ പ്രത്യേകത എന്താ? എവിടെന്നോ വന്ന് താമസിക്കുന്ന ഒരാൾ. അപ്പോൾ ആ നാട്ടിലെ ഒരു വിഷയം നടക്കുക. ആ വിഷയം നടക്കുമ്പോൾ സാധാരണ നാട്ടുകാർ പറയാറുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, നീ എന്താ മിണ്ടായിരിക്കുന്നേ, നീ എന്തിനകത്ത് ഇടപെടാത്ത എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ആളുകൾ പറയുമായിരുന്നു, ഞാൻ ഈ നാട്ടുകാരനെ അല്ല, എന്നോട് ചോദിക്കുകയും വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഈ വിഷയത്തിനകത്ത് ഞാൻ ഇടപെടുകയില്ല. അപ്പോൾ പരദേശിയെപ്പോലെ ദൈവമായാൽ
ഒരു കുടുംബത്തിൽ, അവരുടെ രാജ്യത്ത്, അവരുടെ വിഷയത്തിൽ മറ്റുള്ളവർ വന്നവരെ താടിക്കെട്ട് തട്ടിയാൽ, തലക്കെട്ടടിച്ചാൽ, കാലേ വാരി നിലത്തേക്കടിച്ചാലും ഇവരുടെ അപ്പനായ, വീരനായ, കരുതുന്നവനായ, കൈകടത്തി വിഷയങ്ങളിൽ ഇടപെടാറുള്ള ദൈവം മിണ്ടുന്നില്ല. എൻ്റെ ദൈവമേ എന്നെ കൊല്ലുന്ന കണ്ടില്ലേ, എൻ്റെ ദൈവമേ എന്നോടിങ്ങനെ ചെയ്യുന്ന കണ്ടില്ലേ, എൻ്റെ ദൈവമേ എൻ്റെ എല്ലാം കൂടി വാരിക്കൂട്ടി എടുത്തുകൊണ്ട് പോകുന്ന കണ്ടില്ലേ, എന്നാ നീ മിണ്ടാത്തെ എന്ന് ചോദിച്ചാൽ ദൈവം പറയും, ഞാൻ ഈ നാട്ടുകാരനല്ല. അയ്യോ, അങ്ങനെ ഒരു സ്ഥിതി നമുക്കുണ്ടായാൽ പിന്നെ ആര് നമ്മെ കാക്കും? ഒരു പരദേശിയെപ്പോലെ. അടുത്തതോ, ഒരു രാത്രി മാത്രം രാപാർക്കാൻ കൂടാരമടിക്കുന്ന വഴിപോക്കൻ. എവിടേക്കോ ദീർഘയാത്ര ചെയ്യുന്നൊരു മനുഷ്യൻ. ഇന്നത്തെ കാലത്ത് ദീർഘയാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഹോട്ടലെടുക്കും, ലോഡ്ജ് എടുക്കും, അവിടെ ഒരു മുറിയെടുത്ത് രാത്രി താമസിച്ചു. നേരം വെളുക്കുമ്പോൾ നമ്മൾ വണ്ടിയെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ വഴിക്ക് പോകും. നിങ്ങളൊരു പട്ടണത്തിൽ ഒരു രാത്രി ഹോട്ടൽ റൂമെടുത്ത് നിങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങളുടെ ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ രണ്ടുപേർ തമ്മിൽ തമ്മിത്തല്ലുണ്ടാകുക, കത്തിക്കുത്തിന് ഒരുങ്ങുക, അവർ മൽപ്പിടുത്തം നടത്തുക. അങ്ങനെ മൽപ്പിടുത്തം നടത്തുന്ന സമയത്ത് നിങ്ങൾ ബാൽക്കണിയിൽ നിൽക്കുക. നിങ്ങൾ താഴേക്ക് നോക്കി നിന്ന് ചങ്കിനുറപ്പുണ്ടെങ്കിൽ കുത്ത് കാണാൻ വേണ്ടി നിൽക്കും. കയ്യിൽ മൊബൈലുണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് നിൽക്കും. കാരണം ഒരുത്തനെ നിലത്തിട്ട് ചവിട്ടിപ്പിടിച്ച് വയറ്റിന് നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കുന്നത് ലൈവായിട്ട് കിട്ടുമെങ്കിൽ എടുത്ത് അത് ഫേസ്ബുക്കിലിടും. അതേ ലോഡ്ജിൽ മുറിയെടുത്ത ഒരുത്തന് അത്രയൊക്കെ ചെയ്യുള്ളൂ. കാരണം അവൻ്റെ ആരുമല്ല ഈ താഴെ കിടന്ന് അടിയുണ്ടാക്കുന്നവന്മാർ, നമ്മുടെ ആരുമല്ല. അതുകൊണ്ട് നമുക്കതിൽ കൊള്ളുന്ന ഉത്തരവാദിത്വമില്ല. ഒരു രാത്രി മാത്രം രാപാർക്കാൻ വേണ്ടി ലോഡ്ജിൽ മുറിയെടുത്ത ഒരു പഥികൻ, ഒരു വഴിപോക്കൻ. ഇപ്പം ദൈവം അവർക്ക് അങ്ങനെയായിരിക്കുക. ഇവരുടെ ഇടയിൽ അടിയുണ്ടായാൽ, ഒരുത്തനെ നിലത്തിട്ട് ചവിട്ടിയാൽ, അവൻ്റെ വീട്ടിൽ ഘോര പ്രശ്നമുണ്ടായാൽ, ദൈവം അപ്പനാണ് ഇവരുടെ. പക്ഷെ അപ്പനെപ്പോലെ അപ്പനായിരുന്നവൻ ഇന്ന് വഴിപോക്കനെ പോലെയായി. ആയതല്ല, എങ്ങനെ ആക്കിയതാ ദൈവത്തെ. ചിലയിടത്തൊക്കെ വഴക്കുണ്ടാകുമ്പോൾ ഞങ്ങൾ ഉപദേശിമാർ കോംപ്രമൈസിന് ചെല്ലും. ഇപ്പോൾ പറയും, എൻ്റെ പൊന്ന് സിസ്റ്ററെ, ഒരു ഭാര്യ, ഒരമ്മ എങ്ങനെയാണ് വേണ്ടേ, ഇങ്ങനെയൊക്കെയാണ് ഇടപെടേണ്ടത്. അപ്പോൾ ആ അമ്മ ഗദ്ഗതത്തോടെ പറയും, എൻ്റെ പാസ്റ്ററെ, ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇങ്ങനെ ആക്കിയതാ, എന്നെ ഇങ്ങനെ ആക്കിയതാ. അപ്പോൾ ഇങ്ങനെ ആക്കിക്കളഞ്ഞതാണ്. ദൈവം ഇങ്ങനെ അല്ലായിരുന്നു. മോശയും മിരിയാമും അഹരോനും ഒക്കെ ആയിട്ടൊരു ചെറിയ വിഷയം ഉണ്ടായപ്പോൾ ലോഡ്ജെടുത്ത് താമസിക്കുന്ന വഴിപോക്കനെ പോലെ മുകളിൽ നിന്നുകൊണ്ട് അടിയുണ്ടാവുന്ന കണ്ടു നിൽക്കുകയല്ല. തമ്മിത്തല്ലും ചീത്ത വിളിക്കുന്നതും കേട്ടിട്ട് അടുത്ത വീട്ടുകാരനെ വിളിച്ചിട്ട് ദേ കേക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല. നാട്ടുകാരെ മുഴുവൻ വിളിച്ച് അവളുടെ വീട്ടിൽ ഭയങ്കര പൂരം അടിയാണെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു നടക്കുമല്ലായിരുന്നു. വൈകുന്നേരം ഒരപ്പനെ പോലെ അങ്ങ് വന്നു. മോശയെ വിളിച്ചു, മിരിയാമിനെ വിളിച്ചു, അഹരോനെ വിളിച്ചു, കൂടാരത്തിലേക്ക് വരാൻ പറഞ്ഞു. ആരും പറയാതെ വിഷയത്തിൽ ഇടപെട്ട് വിഷയം തീർത്തുകൊണ്ടിരുന്ന ദൈവം ഇന്ന് ഇസ്രായേലിൻ്റെ വിഷയങ്ങൾ തീർക്കാതെ വഴിപോക്കനെ പോലായിരിക്കുന്നു. മൂന്നാമത്തത് ഭ്രമിച്ചുപോയ പുരുഷൻ. നാലാമത്തത് രക്ഷിപ്പാൻ കഴിയാത്ത വീരൻ. പേര് വീരനെന്ന ആളെ കണ്ട പുരുഷന, പക്ഷേ ഒരു കഴിവില്ലാത്തവൻ. അങ്ങനെ ആക്കിക്കളഞ്ഞു. ദൈവത്തെക്കുറിച്ച് 4 കാര്യങ്ങൾ ഈ 2 വാക്യത്തിൽ പറയുന്നു. ഞാനിനി വിശദീകരണം നിർത്തിയിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവം എങ്ങനെ? അല്ല, നിങ്ങൾക്ക് ദൈവം എങ്ങനെ? കണ്ണീരോടെ കരയുന്നു, ഒറ്റക്കാലയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒറ്റക്കാലയിൽ നിന്നൊക്കെ പറയുന്നൊരു ഉപയോഗിക്കുന്ന പദാട്ടോ, എൻ്റെ ഒരു ശൈലി എന്നുള്ളൂ. അല്ല, ഒറ്റക്കാലയിൽ നിന്ന് ഉപവസിക്കണമെന്നൊന്നും വേദപുസ്തകത്തിൽ വാക്യമില്ല. പക്ഷെ അതുപോലെ കഠോരമായി നമ്മൾ ദൈവികതയിൽ ഇടപെടുന്നു. കണ്ണീര് വാരിക്കോരി എറിയുന്നു, വയറൊട്ടിക്കിടന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം വഴിപോക്കനെ പോലെ, ഭ്രമിച്ചു പോയ പുരുഷനെ പോലെ, രക്ഷിക്കാൻ കഴിയാത്ത വീരനെ പോലെ. അങ്ങനെയാണോ? ഒരു പരദേശിയെപ്പോലെ നിൻ്റെ വിഷയത്തിൽ ദൈവം ഇടപെടുന്നില്ലേ? നിൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിൽ ദൈവം കൈ അനക്കുന്നില്ലേ? നിൻ്റെ കണ്ണുനീരിന് മറുപടി തരുന്നില്ലേ? ഈ 4 കാര്യങ്ങൾ 1, 2, 3, 4 എന്നൊന്ന് ബൈബിളിൻ്റെ സൈഡിലൊന്ന് എഴുതിയിട്ടേക്കണേ. ഇങ്ങനെയാണോ ഒരു കുടുംബത്തോട് ദൈവം ആയിരിക്കേണ്ടത്? ദൈവമായിട്ടുള്ള റിലേഷൻ അങ്ങനെയാണ്. അതാണ് ഇവിടുത്തെ വിഷയം. നിൻ്റെ കണ്ണീര് കണ്ടിട്ട്, നിന്നെ ഒരുത്തൻ ഒതുക്കുന്ന കണ്ടിട്ട്, നിനക്കെതിരെ ഇല്ലാത്ത ചെയ്യുന്ന കണ്ടിട്ട്, ആഭിചാരവും ക്ഷുദ്രവും കൊണ്ട് അന്യദൈവങ്ങളെ കൂട്ടുപിടിച്ച് നിൻ്റെ കുടുംബത്തിൻ്റെ അടിവേര് അറുക്കുന്ന കണ്ടിട്ട്
ഈ ദൈവം മുകളിൽ നിന്ന് സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വഴിപോക്കനെ പോലെയാണെങ്കിൽ അതാണോ ദൈവം? അതായിരുന്നോ ദൈവം? ശ്രദ്ധിച്ചോളണം, ഈ വാക്ക് ഓർത്തോളണം, എന്നും ഓർത്തോളണം. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം, ദൈവത്തെ എന്നും അപ്പനായി കൂടെ നിർത്തിക്കൊള്ളണം കേട്ടോ. സ്നേഹിച്ചും കരുതിയും മിണ്ടിയും പറഞ്ഞും പ്രാർത്ഥിച്ചും പ്രസാദിപ്പിച്ചും എൻ്റെ വിഷയങ്ങളിൽ ആരും പറയാതെ ഇടപെടുന്ന ഒരധികാരിയായിരിക്കണം, വീരനായിരിക്കണം, പുരുഷനായിരിക്കണം, നിൻ്റെ അപ്പനായിരിക്കണം. അതല്ലാതെ ദൈവം പരദേശിയും വഴിപോക്കനും ഭ്രമിച്ചു പോയ പുരുഷനും രക്ഷിക്കാൻ കഴിയാത്ത വീരനുമായി ഒരു മൂലയിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു കല്ല് പോലെ ഇരുന്നാൽ ഈ ദൈവത്തെ കൊണ്ട് ദൈവമല്ല ഉത്തരവാദി, നാം അങ്ങനെ ആക്കിയതാ. ഇസ്രായേൽ അങ്ങനെ ആക്കിയതാ. ദൈവജനം കൊള്ളരുതായ്മ കാണിച്ച് അങ്ങനെ ആക്കിയതാ. നമുക്ക് ആ ഗതികേട് വരാതിരിപ്പാൻ നമ്മുടെ എല്ലാ കാര്യത്തിലും ഇങ്ങോട്ട് വന്ന്, എൻ്റെ മോളെ നീ എന്തിനാ കരയുന്നേ? എൻ്റെ മോനെ നീ എൻ്റെ തലയെന്താ കുനിഞ്ഞിരിക്കുന്നേ? എടി കൊച്ചേ, എടി മോനെ, നീ എന്തിനാ ഇങ്ങനെ വിതുമ്പുന്നേ എന്നിങ്ങോട്ട് വന്ന് ചോദിക്കുന്ന ഒരു സ്നേഹഭാജ്യമായ ദൈവത്തെ ബൈബിള് കാണിക്കുന്നത്. അതല്ല, ഇരമ്യാവിൽ എഴുതിയിരിക്കുന്ന ഈ സ്ഥിതിയിലേക്കായി പോയിട്ടുണ്ടെങ്കിൽ നിർത്തണം, മുഴങ്കാലുമേലിരിക്കണം, അപ്പാന്ന് വിളിക്കണം, എന്നോട് പൊറുക്കാൻ പറയണം, എൻ്റെ വിഷയത്തിൽ ഇടപെടാൻ പറയണം, ഇല്ലെങ്കിൽ എന്നെ ജീവിപ്പിക്കേണ്ടെന്ന് പറയണം. ദൈവം അന്യനായാൽ നമുക്ക് രക്ഷയില്ല. എന്നും ദൈവം നമ്മുടെ മിത്രമായിരിക്കണം, ദൈവം നമ്മുടെ അപ്പനായിരിക്കണം, ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. കൈപിടിക്കണം, തോളെ കൈയിട്ട് സ്നേഹിച്ച്, ഇടയ്ക്ക് ബൈബിളിൽ പറയുന്ന പോലെ മാറിലെടുത്ത് മടിയിലിരുത്തി ചുമലിൽ വഹിച്ച് നെഞ്ചോട് ചേർത്ത്, അങ്ങനെ വേണം ദൈവം നമ്മളെ കൊണ്ട് നടക്കാൻ. നിന്നെ കാണുമ്പോൾ ഒരു വഴിപോക്കനെ പോലെ, റെയിൽവേ സ്റ്റേഷനിൽ ആയിരക്കണക്കിന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെ, ആരോടും യാതൊരു പ്രതിബദ്ധതയില്ലാതെ അങ്ങനെ ആയിരിക്കും ദൈവം. നമ്മുടെ ദൈവം നമ്മുടേതായിരിക്കണം. ഞാൻ നിർത്തട്ടെ. 4 കാര്യങ്ങൾ മറക്കരുത്, ശ്രദ്ധിച്ചോളണം. ബൈബിളിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാക്കുകളാണത്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ എല്ലാമാണ്. കാന്തനാണ്, മണവാളനാണ്, രക്ഷകനാണ്, വീരനാണ്, അപ്പനാണ്, കരുതുന്നവനാണ്. അങ്ങയുടെ പ്രൗഢിയും പ്രതാപവും മുഴുവൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് ഒരന്യനെ പോലെ മാറി നിൽക്കുന്നൊരു സ്ഥിതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരിത് തിരിച്ചറിയട്ടെ, അനുതപിക്കട്ടെ, നെടുമ്പാട് വീഴട്ടെ. ദൈവത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ സജീവമാക്കാൻ ഞങ്ങളുടെ ഭാഗത്തെ വീഴ്ചകൾ മാറ്റി പാപരഹിതരായി കഴികൾ പ്രാപിച്ചവരായി ജീവിപ്പാൻ അനുവദിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.